രാഷ്ട്രീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉയർത്തുന്ന പരാതിയല്ലേ? പുതുപ്പള്ളി ഈ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് എന്തെല്ലാം ചെയ്തിട്ടുണ്ട്? നിങ്ങൾ പുതുപ്പള്ളി കണ്ടില്ല, സ്കൂൾ തന്നെ കണ്ടോ? 50 വർഷക്കാലം ഉമ്മൻചാണ്ടി ഉദാഹരണം ചെയ്തൊരു മണ്ഡലമല്ലേ? ഇടതുപക്ഷ മുന്നണിയുടെ കാലത്ത് എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ പുതുപ്പള്ളിയിൽ തന്നെ നമുക്ക് ചൂണ്ടിക്കാട്ടാനുണ്ട്. വിദ്യാഭ്യാസത്തിന് അധികാരമായില്ലല്ലോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അത്. പ്രായോഗികമല്ല. അത് എന്തിനു വേണ്ടി എന്നതുപോലും പ്രിയപ്പെട്ട തിരുവഞ്ചൂരിന് പോലും നിശ്ചയം കൂടി തോന്നില്ല. കുഴപ്പമായിട്ടൊന്നുമില്ല. അദ്ദേഹത്തിന് ചില വ്യക്തിപരമായ ചില കാരണങ്ങളാൽ ജില്ലാ കമ്മിറ്റികളുണ്ട്. ഒരുപാട് സജീവമായിട്ടുണ്ടല്ലോ. നമ്മളല്ലേ അദ്ദേഹത്തിൻ്റെതായ ചില വ്യക്തിപരമായ കാര്യങ്ങളാണ്. അത് ആരോഗ്യപ്രശ്നമുണ്ട്. അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ടല്ലോ ആരോഗ്യപ്രശ്നം അല്ലേ? നിങ്ങളുടെ നിഷേധിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് സ്റ്റിഫോൺ ചെയ്യുന്നില്ല. വളരെ സജീവമായിട്ട് പാർട്ടി പ്രവർത്തനത്തിൽ അദ്ദേഹം ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. കമ്മിറ്റി എന്ന് പറയുന്നത് LDF-ന്റെ യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. വളരെ അപൂർവമായി ചില പ്രശ്നങ്ങളുണ്ട്. വളരെ ഗൗരവമായ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ അവശേഷിക്കുന്നില്ല. 1-2 പഞ്ചായത്തുകളിലെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതെല്ലാം വളരെ വേഗത്തിൽ തന്നെ പരിഹരിക്കപ്പെടുന്ന കാര്യങ്ങളുമാണ്. ഒരു കടുത്ത പിടിവാശിയോടുകൂടി ഈ മുന്നണിയിലെ ഒരു പാർട്ടി നിൽക്കാറില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളിലേക്ക് കിടക്കുന്നതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇടതുപക്ഷ മുന്നണിയുടെ മഹാറാലിയും LDF-ന്റെ കുടുംബ യോഗങ്ങളും ജില്ലയിൽ വ്യാപകമായി ഇപ്പോൾ നടന്നു വരുന്നു. 100 കുടുംബയോഗം കഴിഞ്ഞിട്ടുണ്ടാവും. ബാക്കി ഒരു 22-23 തീയതിയിലൂടെ പൂർത്തീകരിക്കും. വ്യക്തി ഈ വിലയിരുത്താനുള്ള അവകാശം വിലയിരുത്താം. യെസ്, ഇതുപോലെയാണോ നോക്കുമ്പോൾ കർശനമായിട്ട് നിരോധിച്ചിരിക്കുന്നതാണ്. എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ, ട്രേഡ് യൂണിയന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ അത് ഗൗരവമായിട്ടുണ്ട്. വളരെ ആക്ഷേപം കേൾക്കാറില്ല. ഇടയ്ക്ക് വളരെ അപൂർവമായിട്ട് കേൾക്കാറുണ്ട്, അത് ഇടപെടാറുണ്ട്. നോക്കുകൂലി പൂർണ്ണമായിട്ട് നിരോധിച്ചിരിക്കുന്ന കാര്യമാണ്. ഇനിയും സ്ഥലമുണ്ടല്ലോ. മതി, ഒരു വർഷം കഴിഞ്ഞാലും താമസം. അത് കഴിഞ്ഞാലും 2 വർഷം തന്നെയല്ലേ വരാൻ പോകുന്നത് എന്നാണ് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നത്. അടുത്ത പ്രകടനത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ കാലയളവിനുള്ളിൽ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ നയം.